തൃശ്ശൂരിൽ ഞാൻ കണ്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടുത്തെ ഗതാഗത കുരുക്കാണ്. പിന്നെ മറ്റൊന്ന് ഇവിടുത്തെ വെള്ളക്കെട്ടാണ്. പല സ്ഥലത്തും വെള്ളക്കെട്ടുണ്ട്. പ്രളയമൊക്കെ വന്ന സമയത്ത് ബുദ്ധിമുട്ടിയ സ്ഥലങ്ങളാണ്. ഇത്തവണത്തെ നിയമസഭാ ഇലക്ഷനോടനുബന്ധിച്ച് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂരിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ്. തൃശ്ശൂരിലെ നമ്മുടെ പ്രചരണം എവിടെ വരെയായി? പ്രചരണം ഇതാ ഇങ്ങനെ തിരുതകൃതിയായി മുന്നേറുകയാണ്. സ്ഥാനാർത്ഥി പര്യടനം ഏതാണ്ട് ഇന്ന് അവസാനിക്കും. ഏതാണ്ട് 3-4 വട്ടം നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ മൂലയിലും ചെന്നു. എല്ലാ പ്രവർത്തകരെയും കണ്ടു. ഇവിടുത്തെ കർഷകർ, തൊഴിലാളികൾ, സാധാരണ മനുഷ്യർ, വൃദ്ധർ, കുട്ടികൾ തുടങ്ങി എല്ലാ ആളുകളെയും നേരിട്ട് കണ്ടു. വലിയ പ്രതീക്ഷയാണ് ഈ പ്രചരണം എനിക്ക് തന്നിട്ടുള്ളത്. കവി, സാംസ്കാരിക പ്രവർത്തകൻ, അതിൽ നിന്നൊരു രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു കടന്നുവരവാണ്. അപ്പോൾ അതെങ്ങനെയാണ് തൃശ്ശൂരിലെ ആളുകൾ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? ഞാൻ നേരത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയാണ്. അതൊരു സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. 10 വയസ്സ് തൊട്ട് സാംസ്കാരിക രാഷ്ട്രീയം കൊണ്ടുനടക്കുന്ന ഒരാളാണ്. തൃശ്ശൂരുകാർക്ക് ആ നിലയ്ക്ക് തന്നെ അറിയാം. ഞാൻ യുവകലാ സാഹിത്യയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു 12 വർഷമായിട്ട്. ഞാൻ അക്കാഡമിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൻ്റെ മുക്കുമൂലകളിലൊക്കെ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് പ്രഭാഷണങ്ങൾ നടത്തിയുള്ള ആളാണ്. പക്ഷേ സാംസ്കാരിക രംഗത്താണ് എൻ്റെ മേൽവിലാസം. ഒരു നേരിട്ട് പ്രത്യക്ഷ രാഷ്ട്രീയത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോഴാണ് ഇറങ്ങിയത്. പക്ഷേ ആളുകൾ ആ പരിവർത്തനം വളരെ സ്വാഭാവികമായി സ്വീകരിച്ചു. ഞാനും ആ പരിവർത്തനം വളരെ സ്വാഭാവികമായിട്ടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് ആ പരിവർത്തനത്തിനിടയിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. അറിയാതെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനായി. പിന്നെ എൻ്റെ കൂടെ ഇവരെ പോലെ വളരെ പരിണതപ്രജ്ഞരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും പ്രവർത്തകരുമുണ്ട്. അവർ നടത്തുന്ന വഴിയിലൂടെ പോയാൽ മതി. സ്വാഭാവികമായി പിന്നെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. അവരുടെ കൂടെ നിന്നു കൊടുത്താൽ ജനങ്ങൾ അങ്ങോട്ട് എത്തിച്ചോളും. അപ്പോൾ നമ്മുടെ തൃശ്ശൂരിൽ ജയിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? തൃശ്ശൂരിൽ ഞാൻ കണ്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടുത്തെ ഗതാഗത കുരുക്കാണ്. ഇപ്പോൾ ദൂരത്തേക്ക് പോകുന്ന ആളുകൾ, തൃശ്ശൂർ ടച്ച് ചെയ്യാണ്ട് പോകേണ്ട കുറേ ആളുകളുണ്ട്. അവർ തൃശ്ശൂർ നഗരത്തിൽ വന്ന് കുടുങ്ങിക്കിടക്കാം. അപ്പോൾ നമുക്ക് അമല തൊട്ട് മണ്ണുത്തി വരെ ഒരു എലിവേറ്റഡ് ഹൈവേയോ ഒരു നല്ല ബൈപ്പാസോ ഉണ്ടായാൽ തൃശ്ശൂർ തൊടാതെ തെക്കോട്ടും വടക്കോട്ടും പോകാവുന്നവർക്കൊക്കെ അങ്ങനെ പോകാം. അതൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മുടെ ട്രാഫിക് മേഖലകളിലൊക്കെ, ട്രാഫിക് കഞ്ചഷനുള്ള സ്ഥലത്തൊക്കെ നമുക്ക് അണ്ടർപാസുകളോ മേലെയുള്ള വഴികളോ ഉണ്ടാക്കി ട്രാഫിക് ഒഴിവാക്കാം. പിന്നെ മറ്റൊന്ന് ഇവിടുത്തെ വെള്ളക്കെട്ടാണ്. പല സ്ഥലത്തും വെള്ളക്കെട്ടുണ്ട്. പ്രളയമൊക്കെ വന്ന സമയത്ത് ബുദ്ധിമുട്ടിയ സ്ഥലങ്ങളാണ്. അത് ശാസ്ത്രീയമായി ഒഴിവാക്കാനുള്ളൊരു പദ്ധതിയുണ്ട്. പിന്നെ തൃശ്ശൂർ ഒരു സാംസ്കാരിക തലസ്ഥാനമല്ലേ. അപ്പോൾ ആ സൂ ഒഴിഞ്ഞു പോയ സ്ഥലത്ത് അവിടെ കുറേ സ്ഥലം കിടപ്പുണ്ട്. ആ സ്ഥലം കേന്ദ്രീകരിച്ച ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ കേരളീയവും സാമാന്യമായ കേരളീയ സംസ്കാരവും സവിശേഷമായി തൃശ്ശൂർ സംസ്കാരവും ജെൻസി കുട്ടികൾക്ക് വരെ തൊട്ടറിയാവുന്ന വിധത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉപയോഗിച്ച് ഒരു സമഗ്ര സാംസ്കാരിക മതേതര മാനവിക കേന്ദ്രം ഉണ്ടാക്കണം. സാഹിത്യ അക്കാദമി, സംഗീതനാട അക്കാദമി, മുണ്ടശ്ശേരി സ്മാരകം, ജവഹർ ബാലഭവൻ അങ്ങനെ ചേർന്ന് വടക്കുന്നാഥനോട് ചേർന്ന് മനുഷ്യ സംസ്കാരത്തിൻ്റെ ഒരു വലിയ കേന്ദ്രം കൂടി സൃഷ്ടിക്കാൻ സാധിച്ചാൽ ഒരു മധുര മനോഹര മനോജ്ഞ തൃശ്ശൂരായിട്ട് നമുക്ക് തൃശ്ശൂരിനെ മാറ്റാൻ സാധിക്കും. അതിനുവേണ്ടി പ്രവർത്തിക്കും. പണ്ട് മാവുകൾ പൂക്കുന്ന കാലത്ത്, കണ്ണിമാങ്ങകൾ പെയ്ത മൈതാനത്ത്, ലാടവൈദ്യവും ലൊട്ടുലൊടുക്കുമായി നീളെ തമ്പടിക്കാറുണ്ട് ജിപ്സികൾ. ചെക്ക് വംശജരല്ല, സ്ലോവക്കല്ല, ദിക്ക് തെണ്ടും ബോഹിമിയക്കാരല്ല, എങ്കിലും നാട്ടുപേരവർക്കുണ്ടായി ജിപ്സികൾ. വംശമറ്റ നാടോടികൾ എത്തിയിടത്ത് തമ്പടിച്ചും കിരിയാത്ത കാഞ്ഞിരം, വേപ്പ്, കുറുന്തോട്ടി കണ്ടതൊക്കെയും ഔഷധമാക്കി കൺകണ്ട വൈദ്യത്തിൽ വ്യാധികൾ മാറ്റിയും കട്ടിവെല്ലം പറങ്കി മാങ്ങച്ചാറിലിട്ടു വാറ്റുന്ന താവരം മോന്തിയും ആമയെ ചുട്ടുതിന്നും കവണയാൽ കാക്കയെപ്പോലും എറ്റിവീഴ്ത്തി തിന്നും കാട്ടുജന്മങ്ങൾ നാടാറുമാസത്തിനാട്ടവും പാട്ടുമായി വന്ന നാളുകളിൽ കാട്ടുതേൻ മകിഴം പൂവ് കന്മദം നാട്ടുചന്തയിൽ കാനനവാണിഭം. വൃത്തിയില്ലാത്ത കൂട്ടരെന്നാകിലും ചിത്തവൃത്തിയിൽ പ്രാകൃത നിഷ്കളർ മർത്യവംശത്തിനാദിയാനങ്ങളിൽ നിത്യയാത്രികരായ നൊമേഡുകൾ ചങ്ങലത്തുടർ പോൽ പുരുഷാന്തര സങ്കരം സർഗശക്തിയായി സംഭരിച്ചെത്ര വംശാന്തരങ്ങൾ തൻ സഞ്ചാരസത്തയാണവർ പാലിച്ച ജീവിതം. മനുഷ്യവംശത്തിൻ്റെ ഈ തുടർച്ചയാണ് ഞാനും പ്രതിദാനം ചെയ്യുന്നത്. തീർച്ചയായും ഹോമോസാപ്പിയൻസായ മനുഷ്യവർഗത്തിന് നാശമില്ലാതിരിക്കാൻ ഹൃദയപക്ഷം, ഇടതുപക്ഷം നിലനിൽക്കണമെന്നതാണ് ലോക രാഷ്ട്രീയം. നല്ലൊരു വിജയം ആശംസിക്കുകയാണ്. തികഞ്ഞ വിശ്വാസത്തിലാണ് നമ്മുടെ തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥിയായ ആലങ്കോട് ലീലാകൃഷ്ണൻ മത്സര രംഗത്ത് സജീവമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചേ തീരും.
കാരണം ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളും സംരക്ഷണവുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നത്. കോവിഡ് മഹാമാരിയെ അതിജീവിച്ചു, 2 പ്രളയങ്ങളെ അതിജീവിച്ചു, മുണ്ടക്കൈ കവളപ്പാറ ദുരന്തങ്ങൾ അതിജീവിച്ചു. സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കി കൊല്ലാൻ ശ്രമിച്ചിട്ടും സമാന്തരമായി ജനകീയ ബദലുണ്ടാക്കി. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ആലംകോട് ലീലാകൃഷ്ണൻ ഇനി രാഷ്ട്രീയ രംഗത്ത് കഴിവ് തെളിയിക്കാൻ തയ്യാറെടുക്കുകയാണ്. തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥിയായി മത്സരത്തിന് തയ്യാറെടുക്കുന്ന ആലംകോട് ലീലാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് ഇപ്പോൾ നമുക്കൊപ്പം പങ്കുവച്ചത്.